ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് നല്ലൊരു മസാല ദോശ ഉണ്ടാക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിനേക്കാളും മുന്നേ ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്കും ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ 2 നാഴിയാണ്, ഗ്ലാസ്സല്ല 2 നാഴി പച്ചരി എടുത്തിട്ടുണ്ട്. ഒരു 3/4 നാഴി ഉഴുന്നും എടുത്തിട്ടുണ്ട്. ഉണ്ടോ, നിറച്ചെടുത്തിട്ടില്ല, 3/4 ഭാഗം എടുത്തിട്ടുള്ളൂ. ഇനി ഒരു അര സ്പൂൺ ഉലുവ, ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് കഴുകി വെക്കണേ. ഒരു 3-4 പ്രാവശ്യം ഒന്ന് കഴുകി എടുക്കണം. നല്ലപോലെ കഴുകണം. നല്ലപോലെ കഴുകണം. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചിടണേ. വെള്ളം മുങ്ങിക്കിടക്കുന്ന പോലെ വെള്ളം ഇടണേ. ഇനി നമുക്കിതൊന്ന് മൂടി വെക്കാം. ഞാനിപ്പോൾ ഇതൊരു ഉച്ച സമയത്താണ് വെള്ളത്തിലിട്ട് വെച്ചിരുന്നത്. വൈകിട്ടാണ് അരച്ച് വെക്കണത്. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണേ. നമ്മൾ ഇഡ്ഡലിക്കൊക്കെ അരക്കുന്ന പോലെ തന്നെ. ഇനി ഒരല്പം വെള്ളവും കൂടെ ഒഴിക്കണേ. അരി മുങ്ങിക്കിടക്കാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചാൽ മതിയേ, ഒത്തിരി വെള്ളം ഒഴിക്കരുത്. ഇനി ഇത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. നല്ലപോലെ അരച്ചിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അടുത്തതും ഇതേപോലെ തന്നെ അരച്ചെടുക്കാം. ഒരു പ്രാവശ്യമായിട്ട് അരക്കാൻ പറ്റില്ലേ, അതുകൊണ്ട് 2 പ്രാവശ്യമായിട്ടാണ് അരക്കുന്നത്. വെള്ളം ശരിക്കും ഊറ്റിയിട്ട് വേണേ, അല്ലെങ്കിൽ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോഴത്തേനും കൂടിപ്പോകും. ഇനി വെള്ളം ഒഴിച്ച് കൊടുക്കണേ. എന്നിട്ട് നല്ലപോലെ അരച്ചെടുക്കണം. അപ്പം നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു ബൗള് ചോറ്, ഒത്തിരി ചോറ് ഇടണ്ട, ഈ ഒരു ചെറിയ ബൗളിൽ ഒരു ബൗള് ചോറിട്ടാൽ മതി. എന്നിട്ടൊന്ന് അരച്ചെടുക്കണം. നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിപ്പോൾ ഒരു ചെറിയ പാത്രമാണ്, ഒരു വലിയ പാത്രത്തിൽ ഒഴിച്ച് വെക്കുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ പൊങ്ങിപ്പോവുകയെ പെട്ടെന്ന്. ഇനി നമുക്കിതൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണേ. ഇനി ഇതിലേക്ക് ഒരല്പം ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പ് കുറച്ചിട്ടാൽ മതി. ഇനി രാവിലെ ഉണ്ടാക്കാൻ നേരത്ത് വേണമെന്നുണ്ടെങ്കിൽ ഇട്ടാൽ മതി. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കണേ. ഇനി നമുക്കിത് അടച്ചു വെക്കാം. അപ്പം ഞാനിവിടെ ഒരു 5 ഉരുളക്കിഴങ്ങും ഒരു ചെറിയ പീസ് ക്യാരറ്റും എടുത്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് അത്ര വലുതല്ല, ഒരെണ്ണം മാത്രമേ ഇത്തിരി വലുതുള്ളേ. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ഞാനിവിടെ കുക്കറിലേക്കാണ് ഇട്ടിരിക്കണേ. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കണേ. അപ്പോൾ ഇത്തിരി വെള്ളം കൂടുതൽ ഒഴിക്കണേ. ഈ ഉരുളക്കിഴങ്ങൊക്കെ മുങ്ങിക്കിടന്നാലാണ് നല്ലതുപോലെ പെട്ടെന്ന് വെന്ത് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇതിവിടെ ഇരുന്ന് വേവട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ഈ സവാളയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം. 2 സവാള എടുത്തിട്ടുണ്ട്. അത്ര വലുതല്ല, ചെറിയ സൈസ് 2 സവാള. ഇതിപ്പോൾ ഞാൻ നീളത്തിലാണ് അരിയുന്നത്. ഇത്തിരി കനം കുറച്ചാണ് അരിഞ്ഞെടുക്കണേ. കണ്ട, ചെറിയ സവാളയാണ്. തീരെ ചെറുതാണെങ്കിൽ ഒരു 3 എണ്ണം എടുക്കണേ.
ഇനി നമുക്ക് പച്ചമുളക്, എരിവിന് ആവശ്യമുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കാം. എല്ലാം വട്ടത്തിൽ അരിഞ്ഞെടുക്കണേ. ഞാനിവിടെ 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ചെറിയൊരു കഷ്ണം ഇട്ടാൽ മതിയേ. അതും ഇതേപോലെ തന്നെ കനം കുറച്ചരിഞ്ഞെടുക്കണം. ഇത്രക്ക് മതിയേ. ഇനി ഒരല്പം കറിവേപ്പില. ഇനി നമുക്ക് ഈ കുക്കറൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഉരുളക്കിഴങ്ങൊക്കെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. നല്ല പോലെ വെന്തിട്ടുണ്ട്. ചിലതൊക്കെ പൊട്ടിപ്പോയി. ഇതിന് നല്ലപോലെ ഒന്ന് ചൂടാറണേ പൊളിച്ചെടുക്കാനായിട്ട്. വിണ്ട് പൊട്ടി വെന്തിട്ട്. ഇനി നമുക്കിതൊന്ന് പൊളിച്ചെടുക്കാം. നല്ല ചൂടുണ്ട്. ഇതുപോലെ പൊളിച്ചെടുക്കണേ. ചിലതൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് പൊളിഞ്ഞു പോരുവേ. നല്ല ചൂടാണ്, കൈകൊണ്ട് പിടിക്കാൻ പറ്റുന്നില്ല. എല്ലാം പൊളിച്ചെടുക്കണം. പതുക്കെ പൊളിച്ചാൽ മതിയേ. ഇനി ഇതും ഈ ക്യാരറ്റും ഇതേപോലെ തന്നെ പതുക്കെ ഒന്ന് പൊളിച്ചെടുക്കാം. ചെറിയൊരു പീസേ എടുത്തിട്ടുള്ളൂ. ഇനി നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെക്കാം. അതിലേക്ക് ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണേ. എണ്ണ നല്ലതുപോലെ ചൂടാവട്ടെ. പതുക്കെ ഒന്ന് അനക്കി കൊടുത്താൽ മതിയേ. ഒരല്പം കടുകിട്ട് കൊടുക്കണം. കടുക് നല്ലതുപോലെ പൊട്ടണേ. കടുക് നല്ലതുപോലെ പൊട്ടിയില്ലെങ്കിൽ ഒരു കയ്പ്പ് രസം ഉണ്ടാവുമേ. ഇനി ഇതിലേക്ക് 1 സ്പൂൺ ഉഴുന്നും കൂടെ ഇട്ട് കൊടുക്കണം. ഉഴുന്ന് നല്ലതുപോലെ ഒന്ന് മൂക്കട്ടെ. ഒത്തിരി അങ്ങോട്ട് നിറം മാറിപ്പോവണ്ട. നല്ലപോലെ ഇളക്കി കൊടുക്കണേ. അല്ലെങ്കിൽ ഒരു വശം മാത്രം അങ്ങോട്ട് ചുവന്ന് പോകും. ഇടയ്ക്ക് നിറമൊക്കെ മാറി വരുന്നുണ്ട്. ഇനി ഇഞ്ചിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇഞ്ചി ഒന്ന് മൂക്കട്ടെ. ഇനി നമുക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം. ഇത് നല്ലതുപോലെ ഒന്ന് വെന്ത് കിട്ടിയാൽ മതിയേ. ഒത്തിരി അങ്ങോട്ട് മുരിച്ച് എടുക്കണ്ട. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണേ. വേണമെങ്കിൽ ഒന്ന് മൂടി വെച്ചാൽ മതിയേ. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണേ. നല്ലൊരു മയം അങ്ങോട്ട് വരണം ഈ ഉള്ളിക്ക്. ഒത്തിരി അങ്ങോട്ട് മുരിഞ്ഞു പോകാതെ.
സവാളയൊക്കെ വാടി വരുന്നുണ്ട്. ഇതിലേക്ക് ഒരല്പം ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണേ. കുറച്ച് ഉപ്പിട്ടാൽ മതി. നമ്മൾ ഉരുളക്കിഴങ്ങ് വേവിച്ചപ്പോൾ ഉപ്പിട്ടതാണ്, അല്ലെങ്കിൽ ചിലപ്പോൾ ഉപ്പ് കൂടിപ്പോവും. അപ്പം നമ്മുടെ സവാളയൊക്കെ വാടി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി, ഒരര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കണം. എന്നിട്ട് നല്ലപോലെ ഇളക്കണേ. ആ മഞ്ഞൾപ്പൊടിയുടെ ആ പച്ച മണമൊന്ന് മാറിക്കിട്ടട്ടെ. നല്ലപോലെ ഇളക്കി കൊടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുകയും ചെയ്യണം. ഇതിലേക്ക് ഒരര കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കണേ. ചെറിയ കപ്പിന്. ഗ്ലാസ്സിലാണെങ്കിൽ അര ഗ്ലാസ് വെള്ളം മതിയേ. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണേ. നല്ലപോലെ ഒന്ന് വെന്ത് കിട്ടട്ടെ. സവാളയൊക്കെ ഉപ്പുണ്ടോയെന്നൊന്ന് നോക്കാം. ഇനി നമുക്ക് ഈ പൊളിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും ക്യാരറ്റും കൂടെ ഇട്ട് കൊടുക്കാം. അത് ഞാൻ പതുക്കെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം. ആ തവി കൊണ്ട് ഒന്ന് ഉടച്ചെടുക്കണേ. അപ്പോൾ ആ വലിയ പീസൊക്കെ അങ്ങോട്ട് ഉടഞ്ഞു കിട്ടിക്കോളും. ഇതുപോലെ ഉടച്ചെടുക്കണേ. ഒത്തിരി അങ്ങോട്ട് ഈ വെള്ളം അങ്ങോട്ട് വറ്റിപ്പോവണ്ട. കണ്ടോ, ഇതുപോലെ ഇരിക്കണം. നല്ലപോലെ ഉടച്ചുടച്ച് ഇളക്കി കൊടുക്കണം. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇതിലേക്ക് ഒരല്പം മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ. ഇനി നമ്മുടെ മാവ് എങ്ങനെയുണ്ടായെന്ന് നോക്കാം. മാവൊക്കെ നല്ലതുപോലെ പൊങ്ങിയിട്ടുണ്ടേ. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഞാനിപ്പോൾ ഇത് പൊങ്ങിപ്പോയാലോ എന്ന് ഓർത്ത് അടിയിലൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നേ. ഉപ്പുണ്ടോയെന്നൊന്ന് നോക്കാം. ഉപ്പ് ഒരല്പവും കൂടി ഇടണേ. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം. ഇനി ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ദോശച്ചട്ടി അതിൻ്റെ കോട്ടിങ്ങൊക്കെ പോയായിരുന്നേ. അപ്പോൾ വേറൊരെണ്ണം വാങ്ങി. അപ്പോൾ എന്തായാലും ഓർത്ത് മസാല ദോശ തന്നെ ഉണ്ടാക്കാം. ഞാൻ ഈ ദോശക്കല്ലിലേക്ക് ഒരല്പം വെള്ളം തളിച്ച് നോക്കിയതാണ്, ചൂടായോ ഇല്ലെന്നറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ഒരു തവിയും പിന്നെ ഒരു 1/4 തവിയും കൂടെ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നല്ല പോലെ ഒന്ന് ചുറ്റിച്ചെടുക്കണം. കയ്യിൽ വെച്ച് തന്നെ നല്ല പോലെ ചുറ്റിച്ച് റൗണ്ടായിട്ട് എടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരല്പം നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കണം.
കണ്ട് ഇതേപോലെ ചുറ്റിച്ചൊഴിക്കണേ. അപ്പോൾ ആ നെയ്യ് കിടന്ന് നല്ലതുപോലെ മുരിയും. നല്ലതുപോലെ മുരിഞ്ഞിട്ട് വേണം നമുക്ക് മസാല വെച്ച് കൊടുക്കാൻ. നല്ലതുപോലെ മുരിഞ്ഞൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരല്പം മസാലയും കൂടെ വെച്ച് കൊടുക്കാം. ഒന്ന് പതുക്കെ ഒന്ന് നിരത്തി കൊടുക്കണേ. ഇനി നമുക്കിത് മറിച്ച് വെക്കാം. അപ്പോൾ നമ്മുടെ മസാല ദോശയൊക്കെ റെഡി ആയിട്ടുണ്ട്. അടുത്തതും ഇതേപോലെ തന്നെ നമുക്കുണ്ടാക്കാം. അപ്പോൾ നമുക്ക് ഇതേപോലെ തന്നെ കോരി ഒഴിക്കാം. ഇനി ഒരു കാൽ കയ്യിലും കൂടെ, എന്നിട്ട് നല്ലപോലെ പരത്തി കൊടുക്കണേ. അപ്പോൾ ഇതേപോലെ ഒരു മസാല ദോശ ഉണ്ടാക്കാൻ ആരും മറക്കരുത്. കടയിൽ പോയി കഴിക്കുന്നതിനേക്കാളും നല്ല രുചിയോട് കൂടി തന്നെ നമുക്ക് വീട്ടിലും മസാല ദോശ ഉണ്ടാക്കാം. ഇനി നമുക്കൊരല്പം നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നല്ലതുപോലെ മുരിയുവേ നെയ്യ് ഒഴിക്കുമ്പോഴത്തേനും. അപ്പോൾ നല്ലപോലെ മുരിഞ്ഞു വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മസാലയും കൂടെ വെച്ച് കൊടുക്കണം. എന്നിട്ട് പതുക്കെ ഒന്ന് നിരത്തി കൊടുക്കണേ. ഇനി നമുക്കിത് മറിച്ച് വെക്കാം. ഇനി നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.